നമസ്കാരം. ജയ് മോഹൻജി. മോഹൻജിയുടെ മഹാദേവൻ്റെ മൗനം എന്ന പുസ്തകത്തെ ആധാരമാക്കി ധ്യാന സമയത്തുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്ന്. ധ്യാന സമയത്തുണ്ടാകുന്ന അനുഭവങ്ങൾ. ചോദ്യം: ഇന്നലത്തെ ധ്യാനത്തിന് ശേഷം ഞാൻ കുറേയധികം സ്വപ്നം കണ്ടു. മോഹൻജി: വ്യത്യസ്ത വികാരങ്ങളുടെ ചരടുകൾ നാം മുറിക്കുമ്പോൾ ചിലപ്പോൾ അവ സ്വപ്നങ്ങളിൽ കൂടി പോകുന്നു. നിങ്ങൾ അത് നിങ്ങളുടെ സ്വപ്നങ്ങളിലും ഉണർന്നിരിക്കുന്ന സമയത്തും കാണും. ചിലർ എന്നോട് അവരുടെ വയർ കടയുകയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വല്ലാതെ വിശന്നിരുന്നു, ചിലപ്പോൾ വയറിളക്കം, ചിലപ്പോൾ ദേഷ്യവും അസ്വസ്ഥതയും എന്നെല്ലാം പറയുന്നു. ഇവയെല്ലാം നിങ്ങളിൽ കൂടി, നിങ്ങളുടെ ശരീരവ്യവസ്ഥയിൽ കൂടി പോകേണ്ടതുണ്ട്. പലതും സംഭവിക്കാം. അവയെ സ്വീകരിക്കൂ, എന്നാൽ വിടാതെ പിടിക്കരുത്. ഭാരം ചുമക്കൽ നമുക്കൊരു ശീലമായിട്ടുണ്ട്. എന്നാൽ അത് പോയി കഴിയുന്നത് വരെ നമ്മൾ എന്തോ ചുമന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നതു പോലുമില്ല. ചിലപ്പോൾ നമ്മുടെ അഹംബോധം ഭാണ്ഡത്തെ ഉപേക്ഷിക്കുവാൻ നമ്മെ അനുവദിക്കുന്നില്ല. അഹംബോധത്തിൻ്റെ കൂടെ വേദനയും ഉണ്ടാകും. ചിലർക്ക് അവർ ക്ലേശിക്കുകയാണ് എന്ന് പറയുവാൻ ഇഷ്ടമാണ്. അവർക്ക് അത് അത്ര പ്രധാനമാണ്. സ്വപ്നാവസ്ഥയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം കൂടുതലുണ്ട്. എന്തുകൊണ്ടെന്നാൽ സമയവും സ്ഥലവും അതിനെ ബന്ധിക്കുന്നില്ല. ശുചീകരണം കൂടുതൽ വേഗത്തിലുണ്ടാകാം. ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പരിമിതികളുണ്ട്. സ്വപ്നം കാണുവാൻ ധൈര്യപ്പെടൂ. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തതിനെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൈമാറൂ, അല്ലെങ്കിൽ ദൈവത്തിനോ ഗുരുവിനോ സമർപ്പിക്കൂ. ജോലിസ്ഥലത്തോ ഓഫീസിലോ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നാം മേലധികാരികളുമായി ആലോചിക്കുകയോ അതവർക്ക് കൈമാറുകയോ ചെയ്യുന്നു. ശരിയല്ലേ? ഗുരു അത് ചെയ്യട്ടെ. നിങ്ങൾക്ക് പറയാം, ഗുരു ഇത് ഏറ്റെടുക്കൂ. ഞാൻ ഈ വേദനയെ അല്ലെങ്കിൽ അനുഭവത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഷിർദി സായിബാബയുടെ കാര്യത്തിൽ പലരും അദ്ദേഹത്തോട് ഏറ്റെടുക്കുവാൻ അപേക്ഷിച്ചു. അത് ഫലപ്രദമാവുകയും ചെയ്തു. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കരുത് എന്ന് ബാബ എപ്പോഴും പറയാറുണ്ട്. വിശ്വാസം വളരെ പ്രധാനമാണ് എന്നാണ് അതിനർത്ഥം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു വിത്ത് നട്ടിട്ട് അത് മുളയ്ക്കുന്നുണ്ടോ എന്ന് ദിവസേന പറിച്ചു നോക്കുന്നത് പോലെയാണ് അത്. അപ്പോൾ അത് ഒരിക്കലും വളരുകയില്ല. സമർപ്പണവും വിശ്വാസവും പ്രധാനമാണ്. വിശ്വാസം വലിയൊരു രക്ഷാകവചമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഫലം നൽകും. എന്നാൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് ഫലപ്രദമാവുകയില്ല. നിങ്ങൾ എത്ര കൂടുതൽ സൂക്ഷ്മമായി പോകുന്നുവോ അത്ര കൂടുതൽ ശക്തനായി തീരുന്നു. നിങ്ങൾ ശരീരതലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായ ശക്തി മാത്രം ഉണ്ടാകും. മനസ്സിൻ്റെ തലത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരു ശക്തി ഉണ്ടാകും. ബുദ്ധിയുടെ തലത്തിലാകുമ്പോൾ അത് പിന്നെയും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ പ്രാണൻ്റെ തലത്തിൽ, ശ്വസനം പോലുള്ളത്, പ്രവർത്തിക്കുമ്പോൾ അത് പിന്നെയും വ്യത്യസ്തമാകും. എന്നാൽ ഒടുവിൽ ആത്മാവിൻ്റെ തലത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാകും. ഉദാഹരണമായി, ഗുരു ലാഹിരി മഹാശയൻ്റെ കാര്യത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ വളരെ പ്രാവശ്യം ഫോട്ടോയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ആത്മാവിൻ്റെ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ വളരെ വളരെ സൂക്ഷ്മമായി തീരുന്നു. നിങ്ങളുടെ ഭൗതിക ശരീരം പോലും പൂർണ്ണമായും സൂക്ഷ്മമാകുന്നു. നിങ്ങൾക്ക് ആകൃതി ഉണ്ടായിരിക്കും, എന്നാൽ ശരീരം ഏറെക്കുറെ സുതാര്യമായിരിക്കും. ആ തലത്തിൽ കാറ്റ് നിശ്ചലമാകണമെന്ന് നിങ്ങൾക്ക് ആജ്ഞാപിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ഭൂതങ്ങൾക്ക് മുകളിലാണ്. എന്നാൽ ഇത് മനസ്സിലാക്കൂ, മഹാഗുരുക്കന്മാർക്ക് അവരുടെ ശരീരങ്ങളെക്കുറിച്ച് വേവലാതി ഉണ്ടായിരുന്നില്ല. അവർക്ക് രോഗം ഭേദമാക്കാൻ കഴിയുമായിരുന്നു. അവർക്ക് ശരീരം പ്രകാശിപ്പിക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു. അവർ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ എന്തുതന്നെയായാലും ശരീരത്തിന് ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട്. നമ്മുടെ തിരിച്ചറിയലിനെ അടിസ്ഥാനമാക്കി നാം ശരീരത്തിന് ആവശ്യത്തിലധികം പ്രാധാന്യം നൽകുന്നു. ചിലപ്പോൾ അതുകൊണ്ട് ക്ലേശിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. ശരീരത്തെ ക്ഷേത്രമായി കരുതണം എന്ന് പറയാറുണ്ട്. അതിനെ ശുദ്ധമായി സൂക്ഷിക്കണം എന്നർത്ഥം. ക്ഷേത്രത്തിലെ ദേവത ആത്മാവാണ്. അതുകൊണ്ട് ദേഹത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ആത്മാവിനെ ശ്രദ്ധിക്കൂ. അതിനു പുറമെ നിങ്ങളെ നിങ്ങളുടെ ആത്മാവിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്കൊരു പുരോഹിതനെയോ ഗുരുവിനെയോ ആവശ്യമില്ല. എല്ലാം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നാം നമ്മുടെ സാധ്യതകളെ തിരിച്ചറിയണം എന്നു മാത്രം. യേശുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം 100% ലക്ഷ്യബദ്ധനായിരുന്നു. ഒരു ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ നിയോഗത്തോടെ തീവ്രമായ വിധത്തിൽ മുന്നോട്ടു പോയി.
ജനങ്ങൾ എന്നെങ്കിലും തൻ്റെ ശരീരത്തെ നശിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് സ്പഷ്ടമായ ബോധമുണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമായും എന്തിനെയാണ് ആക്രമിച്ചിരുന്നതെന്നറിയാമോ? ആലസ്യത്തെ, തമസ്സിനെ. ആലസ്യം എന്നാൽ എന്താണ്? അലംഭാവം, മടി, നിഷേധാത്മക കാര്യങ്ങളിൽ താൽപ്പര്യം, അമിതഭക്ഷണം, അസൂയ, കോപം, ദുരാഗ്രഹം എന്നിവ. യേശു ചുറ്റുവട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സമൂഹം ആലസ്യത്തിൽ സുസ്ഥാപിതമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളെ നിയന്ത്രിച്ചിരുന്ന പുരോഹിതന്മാർ സുഖമായും സമാധാനമായും ജീവിച്ചിരുന്നു. ജീവിതം നല്ലപോലെ ക്രമപ്പെടുത്തപ്പെട്ടതും ആയിരുന്നു. സാധാരണയായി പുരോഹിതന്മാർ എന്താണ് ചെയ്യുക? അവർ ശിക്ഷയെക്കുറിച്ചുള്ള ഭീതിയിൽ കൂടി ജനങ്ങളെ നിയന്ത്രിക്കുന്നു. യേശു ജനങ്ങളെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് പിതാവിലേക്ക് എത്തുവാനുള്ള അന്തർലീനമായ ശക്തിയുണ്ട്. എല്ലാം നിങ്ങളിലുണ്ട്. നിങ്ങളുടെ ആത്മാവാണ് അതിനുള്ള മാർഗം. യേശു ആലസ്യത്തെ ആക്രമിച്ചപ്പോൾ ജനങ്ങൾ തിരിച്ചു യുദ്ധം ചെയ്തു. പുറത്ത് ഇരുട്ടും തണുപ്പുമായിരിക്കുമ്പോൾ ആരാണ് രാവിലെ നേരത്തെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുക? ശരിക്കുള്ള ഉറക്കത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവെ ജീവിതത്തെക്കുറിച്ചാണ്. യേശു ജനങ്ങളെ ഉണർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം അവരോട് എഴുന്നേറ്റ് ഓടുവാൻ പറഞ്ഞു. ജനങ്ങൾക്കത് ഇഷ്ടമായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സമൂഹത്തിന് ഒരു കാര്യം ഇഷ്ടപ്പെടാതെ വരുമ്പോൾ സമൂഹം ആ അനിഷ്ടത്തിൻ്റെ കാരണത്തെ ഇല്ലാതാക്കാൻ എല്ലാ കാരണങ്ങളും കണ്ടെത്തുന്നു. സത്യം പറയുന്നത് ചിലപ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന കാര്യമാകാം. നമുക്ക് സത്യത്തെ ഇഷ്ടമല്ല, നമുക്കത് കേൾക്കാൻ ഇഷ്ടമല്ല. അനിവാര്യമായതിനെ നീട്ടിവെക്കാനാണ് നമുക്കിഷ്ടം. നമ്മുടെ സ്വഭാവം അതാണ്. ഒരാൾ നഗ്ന സത്യത്തെ പറയുമ്പോൾ നാം ഒന്നുകിൽ അതിനെ തടയുന്നു, അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കുന്നു. സോക്രട്ടീസ് സത്യം പറഞ്ഞു, നാം അദ്ദേഹത്തിന് വിഷം കൊടുത്തു. യേശു സത്യം പറയുക മാത്രമാണ് ചെയ്തത്, നാം അദ്ദേഹത്തെ കുരിശിലേറ്റി. അതാണ് മനുഷ്യ സ്വഭാവം. അങ്ങനെയുള്ളവരെ കൊല്ലുവാനും പിന്നെ അവരുടെ ചിത്രങ്ങൾ ചുമരിൽ തൂക്കി അവർ നല്ലവരായിരുന്നു എന്ന് പറയുവാനും നാം ഇഷ്ടപ്പെടുന്നു. ഞാൻ ഒന്നിനെയും വിമർശിക്കുകയല്ല, എങ്കിലും നമ്മൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം. സത്യത്തെക്കുറിച്ചുള്ള ഒരു കാര്യം പ്രധാനമാണ്. നിങ്ങളൊരു സത്യത്തെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ബോധം മുഴുവൻ അതിനോട് പ്രതിസ്പന്ദിക്കുന്നു. ഓ, ഇത് രസകരമാണ്, ഇത് വാസ്തവമായിരിക്കാം എന്ന് മനസ്സ് പ്രതിസ്പന്ദിക്കുന്നതല്ല. നിങ്ങളുടെ അകവും പുറവും ശരീരവും എല്ലാം പ്രതികരിക്കുകയും ശരിയാണ്, ഇത് യഥാർത്ഥമാണ് എന്ന് പറയുകയും ചെയ്യും. സത്യത്തെ സ്പഷ്ടമായി പറയുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഈസ്റ്റർ ഞായറാഴ്ച ആ അവസരത്തെ അല്പം മദ്യം ആസ്വദിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ട് നാം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ആ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ബോധവുമായി ബന്ധപ്പെടുവാൻ ഉപയോഗിക്കുന്നുണ്ടോ? യേശുവിൻ്റെ ശരീരം നമ്മെ വിട്ടുപോയി, എന്നാൽ അദ്ദേഹത്തിൻ്റെ ബോധം ഒരിക്കലും നമ്മെ വിട്ടുപോയിട്ടില്ല. അത് ലഭ്യമാണ്. ഉദാഹരണമായി, അദ്ദേഹത്തിൻ്റെ ബോധവുമായി ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ രോഗം ഭേദപ്പെടുത്തുവാൻ കഴിയും. താങ്ക് യു. ജയ് മോഹൻജി.